ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മറ്റന്നാൾ 7-നും 8-നും നമുക്കൊരു കല്യാണമുണ്ട്. അതായത് എൻ്റെ മുത്തുമാരെ മോൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പം നിങ്ങൾ റിലേഷന് പറയുമ്പം ഒരുപാട് ദൂരമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ റിലേഷൻ അങ്ങനെ ഒരുപാട് ദൂരമാണ് പറയുമ്പോൾ കുറച്ച് അകലെയാണെങ്കിലും അങ്ങനെ അകലെയല്ല നമ്മൾ ആരും. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാവരും നല്ലൊരിതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളും അതായത് നമ്മൾ ഫാൻസി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയാലോ, ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒന്നും തപ്പിയാലും നമുക്ക് കാണൂല. അതെവിടെ വെച്ച് ഇതെവിടെ വെച്ച് ഫുള്ളും പരത്തിയ ഒരു പരിപാടി പോകുന്ന സമയത്ത് നല്ല വൃത്തിയിൽ പോകണമെങ്കിൽ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോന്നെടുത്ത് ഇടാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാം ഓരോ സ്ഥലത്താണെങ്കിൽ അന്ന് ഫുള്ള് അത് പരതിയിട്ട് ഇല്ല മൂഡ് മൊത്തം പോകും. കല്യാണത്തിൽ പോകേണ്ട കാര്യം റെഡിയാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ചിലവും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പൊതുവെ അങ്ങനെ ഇപ്പം എന്തെങ്കിലും പരിപാടി വരുമ്പം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. വേഗം കാണാൻ എന്താ കയ്യെത്താൻ ദൂരത്ത്, അതായത് കാണാൻ പറ്റുന്ന രീതിക്ക് എടുത്തു വെക്കും. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. എപ്പോഴും അപ്ലോഡ് ആക്കുമെന്ന് അറിയില്ല എനിക്ക്, പക്ഷെ അത് നാളെ മറ്റോ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ശനി ഞായറാണ് കല്യാണം വരുന്നത്. അപ്പോൾ നാളെയും കൂടി ഒരു ദിവസമേയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഷെൻസുവിൻ്റെ സ്കൂളിൽ തിങ്കളും ചൊവ്വൊക്കെ നബിദിനത്തിൻ്റെ ഓഡീഷൻ നടക്കുകയാണ്. അതായത് ഈ മാസം ലാസ്റ്റാണ് നബിദിന പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതിന് സെലക്ട് ചെയ്യുന്നൊരു ഇത് തിങ്കളും ചൊവ്വ നടത്തും. അപ്പോൾ അവളെയും കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെച്ച് ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കാം. ഇപ്പോൾ സ്കൂളിൽ വിടാൻ എനിക്ക് കുറച്ച് സമയം മാത്രമേ ഇല്ലൂ. ഇപ്പോൾ 3 മണി കഴിഞ്ഞ ഏകദേശം. അപ്പോൾ ഞാൻ വെച്ച് ഈ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക, കല്യാണത്തിന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഓരോന്നായിട്ട്. അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് താഴെ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. കറണ്ട് ഇല്ലാത്ത ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കറണ്ട് വരുമെന്ന് പറഞ്ഞ്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഭയങ്കര ചൂട്. ഇത്ര സമയം ഇൻവെർട്ടർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഓഫായി എന്നാണ് തോന്നുന്നത് കേട്ടോ. അതിടയ്ക്കിടയ്ക്ക് ഓണാകുന്ന ഓഫായിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര ചൂട്. എനിക്കൊരു ജലദോഷം വരുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ട്. ഒക്കെ ജലദോഷം വരുന്ന സമയത്ത് ഭയങ്കര വീർപ്പിടൽ അധികമാണ്. ചൂടെടുക്കുന്ന പോലെ നല്ലോണം ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇതെന്തോ പോലെ വരുന്നുണ്ട്. എപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഓരോന്നിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് ഇതാ ഒരു വലിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം എടുത്തിട്ട് എന്താ പറയുക, ഈ ഒരു കുഞ്ഞു പാത്രം കണ്ട ഇതിലേക്ക് മാറ്റി വെക്കാമെന്ന് തോന്നുന്നു. പാത്രത്തിലുള്ളതൊക്കെ ഒന്നിവിടെ വെക്കാം കേട്ടോ. മോർണിംഗ് അപ്പോൾ ഇത് രാവിലെ ഇടേണ്ട മാലയാണ് കേട്ടോ. രാവിലെ എൻ്റെ ചുരിദാറിന് ഇടാൻ വേണ്ടി സെറ്റാക്കിയിട്ടുള്ള മാലയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇതിലിങ്ങനെ തന്നെ വെക്കാം നമുക്ക്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് നമുക്ക് രാത്രിയിലേക്ക് മാറ്റി രാവിലെ അടക്കട്ടെ. അപ്പോൾ രാത്രി ഞാൻ ഇടുന്നത് നമ്മൾ ഇതിൻ്റെ കല്യാണത്തിനിട്ട ഒരു ഗ്രീൻ സാരിയാണ്. അതാണ് നൈറ്റിലേക്ക് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം കാരണം സാരിയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ഇല്ലാത്തൊരു കാര്യമാണല്ലോ സാരി എന്ന് പറയുന്നത്. അവിടെ തന്നെ കവാട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരിതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ രാത്രി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചുരിദാറും. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സാരിക്ക് സ്കാർഫ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. കാരണം രാത്രി ഫുള്ളും വരൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നുമില്ല. അങ്ങനെയൊക്കെ പോകാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷാൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു കമ്മലാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ ഈ ഒരു കമ്മലും ഇതിൻ്റെ തന്നെ നെറ്റിക്കുറിയും വരുന്നുണ്ട്. ഇതിൽ വെച്ച് അപ്പോൾ ഇതാണ് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നെറ്റിക്കുറി എഴുതുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ അധികം അങ്ങനെ ഫാൻസ് അധികം അങ്ങനെ, കാരണം ഹെവി ആയിട്ടുള്ള സാധനമാണിത്. അപ്പം അതുകൊണ്ട് ഞാൻ ഫാൻസ് അങ്ങനെ അധികം വാങ്ങാറില്ല. ഇപ്പം ഏകദേശം എല്ലാത്തിനും ഇത് ഞാൻ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നൈറ്റിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം യെല്ലോ ഒരു കമ്മലും കൂടി വരുന്നുണ്ട്.
അപ്പം അതാണോ ഇതാണോ ഞാൻ തീരുമാനിച്ചില്ല. കാരണം നെറ്റിക്കുറി എന്തായാലും അതാണ് ഇടുന്നത്. അപ്പം കമ്മൽ വേറെ കളറും നെറ്റിക്കുറി വേറെ കളറും ഇട്ടാൽ ബോറാവോ എന്ന് എനിക്കറിയില്ല. ഇതാണ് അപ്പോൾ പച്ചക്ക് എന്തായാലും മഞ്ഞ മാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീരുമാനിച്ചിട്ടില്ല. ഇതാണ് കമ്മൽ, കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇതാണ് കമ്മൽ. ഇത് നമ്മൾ പാലക്കാട് പോയ സമയത്ത് ഡാമിൻ്റെ അടുത്ത് ഡാമുണ്ടല്ലോ, ഡാമിൻ്റെ മലമ്പുഴ ഡാമോ, അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിന്. അവിടെ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പ് കയറിയിട്ട് വാങ്ങിച്ച കമ്മലാണിത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മോതിരം കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം കേട്ടോ. ഈ മോതിരമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ശോഭികയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല അടിപൊളി മോതിരമാണ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് 3 ഐറ്റം ഒന്ന് മാത്രമായിട്ടും ഇടാൻ പറ്റുന്ന 7 അടിപൊളി മോതിരം. കണ്ടില്ലേ ഇത്? അപ്പോൾ ഇതും മാറ്റി വെക്കാം. എനിക്ക് മൂക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട്, ജലദോഷത്തിൻ്റെ ഇതുപോലെ ഉണ്ട്. അപ്പം ഇതും മാറ്റി വെച്ചു. പിന്നെന്ന് വെച്ചാൽ അപ്പം ഈ ഒരു മാലയായിരുന്നു ഞാൻ സാരിക്കന്ന് അരപ്പട്ടയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഒരിക്കൽ സെഞ്ചുറിയിൽ പോയ സമയത്ത്, പയ്യന്നൂർ സെഞ്ചുറി എല്ലാവർക്കും അറിയായിരിക്കും, ആടെ ഇപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയ റേറ്റിന് കിട്ടിയതാണ്, പക്ഷെ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ കല്യാണത്തിന് യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ യൂസ് ചെയ്യുന്നില്ലെന്നാണ്. സാരി ഞാൻ അന്ന് ഫുൾ ഇവിടെ പ്ലീറ്റ് ഇട്ടിട്ടാണ് സാരി, എന്താ പറയുക, പ്ലീറ്റ് തന്നെയോ, സാരി പ്ലീറ്റ് ഒന്നുമില്ല, ഫുൾ എടുത്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഇടാനാണ് പ്ലാൻ. അപ്പോൾ അതിനെന്തായാലും അരപ്പട്ട ഇടാൻ പറ്റൂല. അപ്പോൾ ഇത് നെക്ലേസ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാമെന്നറിയില്ല, കാരണം ഷാൾ ഇടുന്നതുകൊണ്ട് ഇത് കാണാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു ഇതായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? ഓക്കെ, മുള്ളു സൂചിയും കാര്യങ്ങളും മെയിൻ എടുത്ത് വെക്കണം. മുള്ളു സൂചിയൊക്കെ എവിടെ ഉണ്ടോ, എവിടെ വെച്ചെന്നറിയില്ല, അതൊക്കെ കരുതണം. പിന്നെ എടുത്ത് വെച്ചതായിരുന്നല്ലോ. ഓക്കെ, അപ്പം ഇതാണ്. ഇനി വളയും കൂടി, രാത്രിത്തേക്കുള്ള വളയും കൂടി എടുത്തേക്കാം. അപ്പം ഇതാ ഈ ഒരു എന്താണ് ഈ സിൽവർ വളയും, അതുപോലെ തന്നെ അത് നമുക്ക് അപ്പുറത്തിപ്പുറത്തൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇതിലൊന്ന് താഴെയാണുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് ഇടാം. അത് പ്രത്യേകിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതിപ്പം ഇൻഷാല്ലാ രാവിലെ അന്ന് എന്തെങ്കിലും ചെയ്യാം കേട്ടോ, മറ്റന്നാൾ അത്ര ദിവസം കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്തിരി സാധനങ്ങൾ ഓക്കെ ആയി. ഇത് നൈറ്റിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. ഇൻഷാല്ലാ പിന്നെ ഒരു സാധനം കൂടി വേണമല്ലോ. ഓക്കെ, പിന്നെ എൻ്റെ ഈ റോസ് ഗോൾഡ് കേട്ടോ. അപ്പോൾ ഇത് ഇൻഷാല്ലാ ഞാൻ ഇടുന്നതായിരിക്കും. ഭയങ്കര ഫേവറായിട്ടുള്ളൊരു വളയാണ് കേട്ടോ, ബട്ടർഫ്ലൈസ് വരുന്ന. ഇത് ശോഭികയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ അവിടുന്ന് വാങ്ങിച്ചതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതും ഓക്കെ. അപ്പോൾ അതൊക്കെ സെറ്റായി. പിന്നെ ഇതിലെന്തോ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം പിന്നെ നമ്മളെ മെയിൻ സാധനമാണ് നമ്മുടെ ഐലാഷും അതിൻ്റെ ഗ്ലോവും. അത് മറക്കാണ്ട് എടുത്തുള്ള അത് ഞാൻ ആ ഒരു ബോക്സിൽ തന്നെ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു മോതിരം കൂടി വേണം. അതെവിടെ പോയി? ഒരു മോതിരം. ഇത് ഉമ്മറക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന മോതിരം. അടിപൊളി, നല്ല പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി മോതിരമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാം കൂടി ഓൾറെഡി കയ്യിൽ മോതിരമുണ്ട്, എല്ലാം കൂടി ഇടാൻ പറ്റൂല. പിന്നെ ഇതും ഉണ്ട് കേട്ടോ, ഈ ഒരു സിൽവർ വരുന്നൊരു റിങ് കൂടി ഉണ്ട്. അതും വെക്കാം, നമുക്ക് ഏതാ നോക്കിയിട്ടിടാം. ഓക്കെ, എടുത്ത് വെച്ചാൽ അതിൽ നിന്ന് ഏതാണെന്ന് നോക്കിയിട്ട് ഇടാൻ ഈസി ആയിരിക്കും. പക്ഷെ വെച്ചിട്ടില്ലെങ്കിൽ എല്ലാം പരതേണ്ടി വരും. ഓക്കെ, മുള്ളുസൂചി ഇതിലുണ്ട്. മുള്ളുസൂചി അതിൽ വെക്കാം, കാരണം നമ്മൾ രാത്രി സാരി എടുക്കുന്നതല്ലേ. അപ്പം മുള്ളുസൂചി അതിലിരിക്കട്ടെ. ഓക്കെ, പിന്നെന്താണ്? ഇനി നമുക്ക് ഷെൻജുവിൻ്റെ നൈറ്റിലേക്ക് ഇടുന്നത്. നൈറ്റിലേക്ക് ഷെൻജുവിന് പ്രത്യേകിച്ച് അങ്ങനെ ഇടാൻ വേണ്ടി ഒന്നുമില്ല.
എന്നാലും നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പം ഷെൻജുവിന് നൈറ്റിലേക്ക് ഒരു റബ്ബർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ രാത്രിത്തേക്ക്, ഒരു പാൻറ്റും നോർമൽ ഡ്രസ്സാണ് രാത്രി ഇടുന്നത്. രാവിലെ ഇൻഷാല്ല നല്ല ഹെവിയാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഷെൻജുവിൻ്റെ ഡ്രസ്സ് കാണിക്കുന്നതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റബ്ബർ അതിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല. പിന്നെന്താണ്, പിന്നെ ഓൾക്ക് ഞാൻ കുറച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് റബ്ബറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ വേഗം കാണാതാവും കേട്ടോ. അപ്പോൾ ഇതാ പിന്നെന്തോ സാധനം, ഈ റബ്ബറും കൂടി അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൻസക്കുട്ടിൻ്റെ കമ്മൽ വരുന്നത്. ഞാൻ നൈറ്റിലേക്കും മോർണിംഗിലേക്കും ഇതന്നെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ചിലപ്പം സ്റ്റഡ് ആവാം, ചിലപ്പം ഇതായിരിക്കും. രാവിലെ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇതും രാത്രിത്തെ ഡ്രസ്സിന് മാച്ചാണ്. ഓള് ബ്ലാക്ക് ഡ്രസ്സിന് ഒരു സിൽവർ എന്തോ സംഭവം വരുന്നുണ്ട് ഫ്രണ്ടിൽ ടീഷർട്ടിന്. അപ്പം ഇത് വേണമെങ്കിൽ മാച്ച് ആണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓളെ കാതിനുള്ള സ്റ്റഡിന് ഇടാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മാലയും കാര്യങ്ങളൊന്നും നോക്കി വെച്ചിട്ടില്ല ഞാൻ ഓളെ ഡ്രസ്സിന്. അപ്പം ഇൻഷാല്ലാ അതെന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഓരോ റബ്ബറും കാര്യങ്ങളൊക്കെ ഇതിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങൾ. പിന്നെ വെച്ചാൽ നമ്മുടെ ഷെൻജു കുട്ടിക്ക് ഇത് ഉമ്മറൊക്കെ പോയിട്ട് വരുമ്പം കൊണ്ടുതന്നെയാണ് കേട്ടോ. ഒരു മോഡൽ സെറ്റാണ്, ബ്രേസ്ലെറ്റ് വിത്ത് റിങ് വരുന്നത്. അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഇൻഷാല്ലാ രാത്രിയോ രാവിലെയോ ഏത് ടൈമിലും ഇട്ട് കൊടുക്കാം. ഏത് ഇട്ട് കൊടുത്താലും കുറച്ച് ടൈമിൽ മാത്രമേ അവരെ കയ്യിലുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഊരിത്തരും. പിന്നെ ഹെയർ ബെൻഡ് ആണെങ്കിൽ, റബ്ബർ ഇപ്പം മഷാല ഊരാറില്ല. ഹെയർ ബെൻഡ് ഇങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ പറയും ഉമ്മ പിടിക്കും എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഒരു സിൽവർ ഇതേപോലെ മോതിര സെറ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എന്നിട്ട് വാങ്ങിച്ചതാണ്. ഇതുകൊണ്ട് നമുക്ക് ഏതാണ് മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ഇൻഷാല്ലാ. അപ്പോൾ അതും കൂടി ഷെൻജുവിൻ്റെ ബോക്സിൽ നമുക്ക് വെക്കാം. ഇത് രണ്ടും നമുക്ക് ഇതിൽ തന്നെ വെക്കാം കേട്ടോ. ഓക്കെ, അതായത് കൊള്ളൂല. അപ്പോൾ രാത്രിയുടെ ഡ്രസ്സിന് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ഹെയർ ബാൻഡ്, ഞാൻ അവൾക്ക് മറ്റേ ഡിസ്കോ റബ്ബറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഓൾ വെച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. ഓൾ ഏതൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത്, പിന്നെ ഡിസ്കോ റബ്ബർ വാങ്ങിച്ചിട്ടുണ്ട്, കളർ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ ബാൻഡിൻ്റെ മറ്റൊരു സാധനം. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഹെയർ ബാൻഡ് വെച്ചാൽ പാങ്ങുണ്ടാവില്ല. നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരു ഹെയർ ബാൻഡ് ഇൻഷാല്ലാ ഷെൻജുവിന് നൈറ്റ് ഇട്ട് കൊടുക്കാം. രാവിലെ എന്തായാലും ഹെയർ ബാൻഡ് ഇടൂല ഡ്രസ്സിന്. പാർട്ടി വെയറിന് എന്തായാലും ഈ രണ്ട് ഹെയർ ബാൻഡ് ഇടാൻ പറ്റൂല. അപ്പം അതിന് ഏതെങ്കിലും ഒന്ന് ഇൻഷാല്ലാ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിന് ഏതെങ്കിലും ഒന്ന് രാത്രി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചി ഞാൻ ഇടാൻ തന്നെ അറിയില്ല, നോക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, ഓക്കെ ഇത് അവിടെയായി. പിന്നെ വരുന്നത് രാത്രിത്തേക്കതായപ്പോൾ ഷെൻജുവിൻ്റെ ഷെൻജുവിൻ്റെ മാല ഉണ്ട്. അത് രാവിലത്തേക്കുള്ളതാണ്. രാത്രിത്തേക്ക് ഏകദേശം ആയെന്ന് തോന്നുന്നു. രാത്രിത്തേക്ക് മാലയൊന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല ഷെൻജുവിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പം അതൊക്കെ ഷെൻജുവിൻ്റെ രാത്രിത്തേക്ക് ഏകദേശം ആയി. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഷെൻജുവിന് രാവിലെ ഇട്ട് കൊടുക്കുന്ന മാല കേട്ടോ. രാത്രി മാച്ച് ചെയ്യും, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ടീഷർട്ടും പാൻറ്റായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാല അതിനൊക്കില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ വലിയ കമ്മല ഇടുന്നുണ്ടെങ്കിൽ അതിന് മാലേൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഷെൻജുവിൻ്റെ നെക്ലേസ് വരുന്ന ചോക്കർ പോലെ. ഇത് ചോക്കറായിട്ട് ഇട്ട് കൊടുക്കാൻ വാങ്ങിച്ചതാണ്. നമുക്ക് നൈറ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൽ വെക്കാൻ തോന്നും, ഇതിൻ്റെ കൂടെ വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ, ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, അൺസഹിക്കബിൾ ആയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, പിന്നെ ഇതൊന്നുമില്ല. ഓക്കെ, ഷെൻജുവിൻ്റെ സാധനങ്ങൾ ഏകദേശം ആയി. രാവിലത്തെ രാത്രിത്തൊക്കെ ഉള്ള ഏകദേശം ആയി, അത് മതി. ഇനി നെക്സ്റ്റ് എൻ്റെത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെതും ആയി, ഷെൻജാൻ്റെതും ആയി. അപ്പോൾ ഈ 2 ബോക്സാണ് നമ്മളിപ്പോൾ കല്യാണത്തിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി രാവിലത്തേക്കുള്ളത് ഉണ്ട് അത്ര. എൻ്റെ ഷെൻജുവിൻ്റെ രാവിലത്തേക്ക്
ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഷഞ്ചുക്കുട്ടിൻ്റെ വള വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കുള്ള റബ്ബർ എടുത്ത് വെച്ച ബോക്സിൽ എടുത്ത് വെക്കാം. ഇതൊരു കുള്ളും ഇത് ഓക്കെ, ഇത് വെച്ച് വെക്കാം. അപ്പോൾ ഒരു കയ്യിൽ ആ സിൽവർ ബ്രേസ്ലെറ്റ് കണ്ടില്ല, അതിൽ ഏതെങ്കിലും ബ്രേസ്ലെറ്റും ഈ ഒരു വളയും ഷഞ്ചുവിന് രാവിലത്തേക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി എൻ്റെ രാവിലത്തേക്കുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എൻ്റെത് വരുന്നത് അപ്പം ഇതാണ് ഞാൻ എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് രാവിലത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുപ്പിയോളം അന്നേ ഒരു കല്യാണത്തിന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അന്ന് പച്ചസാരി എടുക്കുന്ന സമയത്ത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെന്താണ്, അപ്പം ഇത് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഇത് കുപ്പികളൊക്കെ തന്നെ ഇങ്ങനെ ഗോൾഡ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എന്താണ് എൻ്റെ ഡ്രസ്സിന് ഞാൻ ഇടാൻ വേണ്ടി മേടിച്ച മാല. അപ്പോൾ ഈ ഒരു മാല ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പാത്രത്തിൽ വെക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അപ്പം മാല കാണിച്ചാൽ ഫസ്റ്റ് തന്നെ ഇത് കാണിച്ചില്ലേ. അപ്പോൾ ഇതാണ് രാവിലെ ഡ്രസ്സിനിടാൻ വെച്ച ചോക്കർ കേട്ടോ. അപ്പം നെക്സ്റ്റ് രാവിലത്തേക്കുള്ള നെറ്റിക്കുറിയാണ്. അപ്പം ഞാൻ രാത്രിയും രാവിലെയും ഷോൾ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് രാവിലെ ഇടുന്ന നെറ്റിക്കുറി. ഓക്കെ, അതും കൺഫേം. ഇനി നെക്സ്റ്റ് എന്താണ്, പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതോ അല്ലെങ്കിൽ മറ്റോ ഇതിൻ്റെ വലുതോ ഏതാണ് പ്രശ്നം. അപ്പം ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതാവുമ്പോൾ കുറേ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന ഒരു സാധനമാണ് ഈ സ്ലൈഡും അതുപോലെ തന്നെ ഹെയർ ബാൻഡും എല്ലാം പെട്ടെന്ന് മിസ്സാവുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഇതിലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ കമ്മൽ ചിലപ്പോൾ നൈറ്റിട്ട് അതേ ആ ഒരു കമ്മൽ തന്നെ ആയിരിക്കും ഇടാൻ ചാൻസ്. പിന്നെ ഹെയർ സ്റ്റൈലാണ് മെയിൻ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത്. ഹെയർ സ്റ്റൈലും ആൻഡ് ഐലാഷ് വെക്കലാണ് ഏറ്റവും വലിയ പണി. ബാക്കിയൊന്നും എനിക്ക് പണിയില്ല. ബാക്കിയെല്ലാം പെട്ടെന്ന് ടക്കാന്ന് പറഞ്ഞ് തന്നെ റെഡിയാവും. ഈ ഐലാഷ് വെക്കുന്നതും ഹെയർ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണി. ഷെൻജുവിനും ഹെയർ ആണ് കുറച്ച് ടൈം എടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 ബോക്സും ഇതും മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഇനി വേറെ എന്തുണ്ടോ നോക്കാം. ഇതില്ല, ഇതിലും ഒന്നുമില്ല. അപ്പം ഷെൻജുവിന് നൈറ്റിലേക്ക് ഒരു വളയും കൂടി ഉണ്ട്. അത് താഴെയാണുള്ളത് കേട്ടോ. ഞാൻ മോള് റൂമിലുള്ളത് ഒരു ചുറ്റുപാട ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺസ് വരുന്ന സ്റ്റോണല്ല, മലക്കൊക്കെ ഉണ്ടായിരുന്ന കല്ലില്ലേ, റൗണ്ട് അത് ആ ഒരു കല്ല് വരുന്ന നല്ല അടിപൊളി ചുറ്റുപാടയുണ്ട്. അത് താഴെ എവിടെയോ ഉണ്ട്. അപ്പം അതാണ് ഷെൻജുവിന് രാത്രി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് രണ്ടുമാണ് നമ്മുടെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പം മൈലാഞ്ചും ഇതിൽ വെക്കാം. ഇത് അപ്പം ബാക്കി അങ്ങോട്ട് സൈഡ് മാറ്റി വെക്കാം. ഇത് മെയിൻ കല്യാണത്തിന് വേണ്ട ഇത് രീതിയിൽ എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഇതിലും ഇനി കുറേ കമ്മലും കാര്യങ്ങളും, കുറേ അല്ല 2 കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ആരും കാണുമെന്ന് അറിയില്ല, എന്നിട്ട് വേണ്ടേ കമൻറ്റ് ചെയ്യാൻ. അതുകൊണ്ട് അതിൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ആരും കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ആയില്ലേ, അതിന് ഇൻഷാ അല്ലാഹ് നാളെ മൈലാഞ്ചി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. ഭയങ്കര മടിയാണ്. ഞാൻ എല്ലാവർക്കും വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ലാസ്റ്റ് എനിക്ക് തേക്കാനാകുമ്പോൾ ഞാൻ ചെന്ത് തേക്കട്ട. ഞാൻ ഈ കല്യാണത്തിന് കുറേ ദിവസം മുമ്പ് പോയത് ഞാൻ മൈലാഞ്ചി വെക്കുന്നേ ഇല്ല എന്ന് പറയും. അന്ന് ഇതേപോലെ മംഗളത്തിന് അതാ ഇവിടെ മാത്രം ഞാൻ ജസ്റ്റ് വെച്ചത് മാത്രം, വേറൊന്നും ഇട്ടിട്ടില്ല. ഡിസൈനായിട്ട് കാര്യങ്ങളായിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇതിന് അറിയില്ല, അങ്ങനെയാണെന്ന് ഇടണമെന്ന് ആഗ്രഹം ഉണ്ട്.
ഇൻഷാല്ലാ പറ്റുമെങ്കിൽ മൈലാഞ്ചി വെക്കണം. പിന്നെ നെക്സ്റ്റ് എന്താണ് ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫാൻസി കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി ഇതാ അത്രയാണ് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ട്. അപ്പോൾ ഷെൻജുവിൻ്റെ ഞാൻ പറഞ്ഞു 2-3 കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട്, മാലയും അതുപോലെ തന്നെ ഒരു വളയും ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ബാക്കിയെല്ലാം പിന്നെ മെയിനായിട്ട് ചീർപ്പാണ് എടുത്ത് വെക്കേണ്ട ഒരു സാധനം. ഓക്കെ, അതും നമുക്ക് ആവശ്യ സമയത്ത് കാണുകയില്ല കണ്ണിൽ, അപ്പം അതും എടുത്ത് വെക്കണം. അപ്പം എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുടെ ടാറ്റു ബൈ. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിൽ പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളും ഞാൻ എടുക്കൂല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യം എന്ന് വെച്ചാൽ മാക്സിമം പരിപാടികളൊക്കെ എൻജോയ് ചെയ്യുക. വീഡിയോ എടുക്കും, ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കും എന്നല്ലാണ്ട് ഫുൾ ലെങ്തി വീഡിയോ ഞാൻ എടുക്കണ്ടെന്നാണ് വിചാരിക്കുന്നത് ഒന്നും. അതേപോലെ തന്നെ ഈയിടെ ഉണ്ടായ കല്യാണത്തിൽ അങ്ങനെയാണ്, ഞാൻ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഓക്കെ, അതെടുത്ത് ചാർജ് തീരും, പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റൂല. ഫോട്ടോസ് എടുത്ത് തന്നെ എന്തായാലും ഫുള്ളാവും ഏകദേശം ഫോണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കേണ്ടതെന്നാണ് വിചാരിക്കുന്നത്. ഷോർട്സ് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് വെക്കും ഇൻഷാല്ലാ. അപ്പോൾ രാവിലെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാനും ഷെൻസും ഇക്ക ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇക്കാനും ഉൾക്കൊള്ളിക്കണം, ഫോട്ടോ ഒക്കെ എടുക്കണം. ഇക്ക ഉണ്ടെങ്കിൽ നല്ല ഇക്ക കല്യാണത്തിനുണ്ടാവും, പക്ഷെ ഫോട്ടോ കാര്യങ്ങൾക്കൊക്കെ കിട്ടുമോയെന്ന് അറിയില്ല. കാരണം വെച്ചാൽ മഗ്‌രിബിന് ഇക്ക ചിലപ്പോൾ നിക്കാഹിന് അങ്ങോട്ട് നേരത്തെ പോകും, പിന്നെ ഇങ്ങോട്ട് വന്ന് എപ്പോഴാണ് വീഡിയോ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീൽ ഇക്കാനെ കിട്ടുമോയെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഡ്രസ്സൊന്ന് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഉണ്ടല്ലോ, അത് ചെയ്യുന്നതിൽ ഇക്കാനെ കിട്ടുമോയെന്ന് അറിയില്ല. അപ്പം ഞാൻ ഷെൻസും ഉള്ള വീഡിയോ എന്തായാലും ഉണ്ടാവുമായിരിക്കും ഇൻഷാല്ലാ. അപ്പം എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ടാറ്റാ ബൈ.